ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, മൊത്തത്തിലൊന്നൊന്ന് ക്ലീനിങ് കേട്ടോ. നമ്മളെ വീടിൻ്റെ പരിസരമൊക്കെ പുല്ലൊക്കെ നിറഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലീനിങ് ആക്കട്ടെ എന്ന് വിചാരിച്ച്. ഇന്ന് ചെറിയൊരു രീതിയിൽ മയക്കൊരു ശമനമുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ വലിയ വെയിലും ഇല്ല മഴയില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ കേട്ടോ. ആ സമയത്ത് നല്ല സുഖമാട്ടോ ഇങ്ങനത്തെ ഓരോ പണികൾ എടുക്കാൻ. പിന്നെ ഈ ബോഗൻവില്ല ചെടിയിലൊക്കെ പൂവിട്ട് ഇങ്ങനെ കരിഞ്ഞ് പോയി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൂവുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ റോസച്ചെടീൻ്റെ പൂവൊക്കെ കഴിഞ്ഞതാണ്, പൂവിട്ട് കഴിഞ്ഞതൊക്കെ ഒന്ന് വെട്ടി കൊടുത്താലാണ് അതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മളെന്താ ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നിന്നാലാണ് ചെടിക്കൊക്കെ അതിനായിട്ടുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ പണികളൊക്കെ എന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ഇനി എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്കൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കുറേ ചെടികൾ ഒക്കെ മഴ ആയതുകൊണ്ട് കുറേയൊക്കെ ഇതായിപ്പോയി. എന്നാലും നമുക്ക് എന്താണ് ഉള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഇനി നമുക്ക് കുറേ നടാണ്ട്. ഈ മഴക്കാലത്താണ് ചെടികൾ നടാൻ ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പം നമ്മൾ നട്ട് പിടിപ്പിക്കുക, നല്ലോണം അങ്ങോട്ട് നട്ട് പിടിപ്പിച്ചിട്ട് ചെറിയ കവറിൽ ഇങ്ങനെ നട്ട് പിടിക്കുക. പിന്നെ നമുക്ക് എന്താ ചട്ടിയിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചട്ടിയിലേക്കാക്കി മാറ്റി വെക്കുക. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ അതിനായിട്ടൊക്കെ ഇറങ്ങി. ഒരുപാട് ചെടികൾ കണ്ടില്ലേ, നമ്മളെ തെച്ചിച്ചെടി കേട്ടോ. ചട്ടിയൊക്കെ പൊട്ടിപ്പോയി. ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മളെ തെങ്ങ് ഇങ്ങോട്ട് വീണിഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ചെടികളും ചെടി പോയാലല്ല, എനിക്ക് എൻ്റെ ചെടീൻ്റെ ചട്ടികളൊക്കെ അങ്ങോട്ട് പോയപ്പം ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ സങ്കടിച്ചിട്ട് കാര്യമില്ല, വലിയൊരു ഇതിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് കേട്ടോ. നമ്മളെ വീടുമ്പൊക്കെ ഇങ്ങോട്ട് വീടുമെന്ന് പിന്നെ ചെടീൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഈ കണ്ടില്ലേ, ഈ ചെടിയൊക്കെ ചട്ടിയൊക്കെ ഇങ്ങോട്ട് പൊട്ടിപ്പോയി. ഇനി നമുക്ക് ഈ ചെടി നമ്മളെ തെച്ചിച്ചെടി നല്ല ഭംഗിയുള്ള തെച്ചി കേട്ടോ അത്. ഇതൊക്കെ നമുക്ക് വേറെ ഇതിലേക്ക് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ ഇന്നൊക്കെ ഞാൻ ഇങ്ങനത്തെ ഓരോ ചെടികളുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കട്ടെ. ഒക്കെ അവിടെയും ഇവിടെയും ഇങ്ങോട്ട് മരം വീണ സമയത്ത് നമ്മൾ മാറ്റി വെച്ചതാണ്. ഒക്കെ ഇനി ഓരോന്നിൻ്റെതായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റി വെക്കണം. അതിൻ്റെ ഇടയിലുള്ള നമ്മൾ കട്ട് ചെയ്യാനുള്ള ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇതൊരു ഇരച്ചെടി കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ അതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലാണ് ഇതിൻ്റെതായുള്ള ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് അതൊക്കെ ചെയ്താലാണ് അതിനനുസരിച്ചുള്ളത് ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ ഓരോ പണികൾ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ചെടി ഉണ്ടല്ലേ, നമ്മളിവിടെ പറയൽ കൊളാമ്പിച്ചെടി എന്നിട്ട് പറയൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. ഇത് ഞാൻ ചെറിയൊരു തണ്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഒരു 2 വർഷത്തോളം ഇതിമൊരു പൂവിടാതെ നിന്നിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വെട്ടി ഒഴിവാക്കുക, പൂവിടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, അവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടി ഒഴിവാക്കാന്നുള്ളത്. ഇപ്പോൾ അതാ ഒരുപാട് പൂവുകൾ ഇട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗി ഇത് കാണാൻ. അപ്പോൾ അതെ ഇതിൻ്റെ ഇടയിലൂടെ ഒരു ചെമ്പരത്തിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെമ്പരത്തി ചെടി ഇങ്ങോട്ട് വെട്ടി ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് ഈ ചെടി മാത്രം അവിടെ നിലനിർത്താം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പിന്നെ ഇത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുണ്ടായാൽ നല്ലൊരു ഭംഗി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയത്. ഏത് സമയത്തും പൂവ് വിരിയുന്ന ഒരു ചെടി കേട്ടോ ഇത്. നിങ്ങളൊക്കെ ഇതിനെന്താണ് ഈ പൂവിന് എന്താ പറയരുതെന്നുള്ളത്, ഈ ചെടിക്ക് എന്താ പറയരുതെന്നുള്ളത് പറയണം. നമ്മളിവിടെ പറയും കൊളാമ്പിച്ചെടി എന്ന് പറയും. അപ്പം അതിന് നിറയെ പൂവുകൾ ഇട്ടാണ്. അത് നമ്മൾ വെട്ടി ഒഴിവാക്കിയെങ്കിൽ നമുക്കിത് കേദന. അപ്പം നമ്മൾ എന്ത് ചെടികളും പെട്ടെന്ന് ഇങ്ങോട്ട് വെട്ടി ഒഴിവാക്കരുത്. നമ്മൾ കുറച്ചിങ്ങോട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ചെടിയൊക്കെ അതുണ്ടാവുണ്ടോ, പൂവ് ഇടുമോ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ അതൊക്കെ വെട്ടി നന്നാക്കി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്കിതാ ഇനി ചൂര് കണ്ടിട്ട് ആരും ചെറുക്കിയതിട്ട് കുറ്റിച്ചൂരായിട്ട് നമ്മളെ ചൂര്. പിന്നെ മഴയത്തൊക്കെ പിന്നെ നല്ല വലിയ ഈടുള്ള ചൂരുകൊണ്ടൊക്കെ അടിച്ചു വാരിയാൽ അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറ്റിച്ചൂരിനോട് ഇങ്ങോട്ട് അടിച്ചു വാരിയാൽ എന്താ പറഞ്ഞോ നല്ലോണം ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇനി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കട്ടെ. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് പുല്ലുകളോടി പറിക്കാണ്ട് കേട്ടോ. നമ്മളെ ചെടികളൊക്കെ ഇവിടെയൊക്കെ നിറയെ ചെടികളാണ് ആദ്യം. പിന്നെ നമ്മൾ മരം ഇങ്ങോട്ട് പൊട്ടി വീണതോടെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇനിയൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെക്കണം. ഇനി കുറേ നടാനുണ്ട്. പിന്നെ ചെടികളൊക്കെ നടണവർ ഇപ്പം മുറിച്ച് നടുന്നത് ഏറ്റവും നല്ലതാട്ടോ. നമ്മൾ നടുന്നത് ശ്രദ്ധിക്കും വേണേ. നട്ടിട്ട് നമ്മൾ മഴ കൊള്ളാത്തോടത്ത് മാറ്റി വെക്കണം.
അത് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെടി നടുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് തരുന്നുണ്ട് കേട്ടോ, കാണിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ നട്ട് പിടിപ്പിക്കൽ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അടിച്ച് വാരി നമ്മളെ വേസ്റ്റ് അങ്ങോട്ട് അവിടെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയിടാം കേട്ടോ, നമ്മളെ റോഡിൻ്റെ അങ്ങേ സൈഡിൽ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് നന്നാക്കണം. നമ്മൾ ഇതിനൊക്കെ ഇറങ്ങുമ്പം തന്നെ വീട്ടിലെ നമ്മളെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അതാണ്. രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു പ്രയാസം കേട്ടോ, കിച്ചണിലെ പണിയും മുറ്റൂടി. അപ്പോൾ എല്ലാ കിച്ചണിലെ പണികളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല റാഹത്തിൽ സമാധാനത്തിൽ പണികളെടുക്കാം. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയുക.